Hey all, welcome to Impulse. നമ്മൾ നോക്കാൻ പോകുന്ന ഡ്രഗ് യൂസ്ഡ് ഫോർ കൺജക്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ആണ്. സോ ഹാർട്ട് ഫെയിലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹാർട്ടിന് ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാതെ വരുന്നൊരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റബോളിക് നീഡ്സിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് സഫീഷ്യൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തും പറയാം. സോ ഹാർട്ട് ഫെയിലിയർ ഈസ് എ ക്ലിനിക്കൽ സിൻഡ്രോം കോസ്ഡ് ബൈ ഇന്നബിലിറ്റി ഓഫ് ഹാർട്ട് ടു പമ്പ് സഫീഷ്യൻറ്റ് ബ്ലഡ് ടു മീറ്റ് ദ മെറ്റബോളിക് നീഡ്സ് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് പമ്പ് ചെയ്യാത്ത അവസ്ഥ എന്നുള്ളതാണ്. സോ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഹാർട്ട് ഫെയിലിയർ നമുക്ക് ഈ പറയുന്ന ഏത് ഡിസോർഡർ കാരണവും വന്നേക്കാം എന്നുള്ളതാണ്. വെൻട്രിക്കുലർ ഫില്ലിംഗ്, മയോകാർഡിയൽ കോൺട്രാക്ടിലിറ്റി ആൻഡ് കൊറോണറി ആർട്ടറി ഡിസീസ് ആൻഡ് ഹൈപ്പർ ടെൻഷൻ എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കോസുകൾ പറഞ്ഞാൽ. സോ ഡ്രഗ് തെറാപ്പി ഫോർ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഏതൊക്കെ നോക്കാം. സിംറ്റമാറ്റിക് റിലീഫ് ആൻഡ് റിസ്റ്റോറേഷൻ ഓഫ് കാർഡിയക് പെർഫോമൻസ് ഉണ്ട്. സോ ഞാൻ ഇതിനകത്ത് ഓരോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ യൂസും കൂടെ പഠിക്കാൻ രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ത്രിപാഠിയുടെ ക്ലാസിഫിക്കേഷൻ നമ്മുടെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ പഠിക്കാം. ഇനോട്രോപ്പിക് ഡ്രഗ് ആണെങ്കിൽ ഡോബ്യൂറ്റമൈൻ, അമിനോറൈൻ ഒക്കെയാണ് എക്സാമ്പിൾ. ഡയൂററ്റിക് ആണെങ്കിൽ ഫ്രൂസിമൈഡ്, തയസൈഡ്സ്. ഇവിടെ ഫ്രൂസിമൈഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. വാസോ ഡൈലേറ്റേഴ്സ് ആണെങ്കിൽ ഹൈഡ്രലസിൻ, നൈട്രേറ്റ്സ് ആണ്. നൈട്രേറ്റ്സിന് ഒരുപാട് യൂസ് ഉണ്ട്. ആൻഡ് AC ഇൻഹിബിറ്ററിൽ ക്യാപ്റ്റോപ്രിൽ, എൻലാപ്രിൽ. ആൻജിയോടെൻസിൻ 2 റിസപ്റ്റർ ബ്ലോക്ക് ആണെങ്കിൽ ലോസാർട്ടൻ. ബീറ്റ ബ്ലോക്കേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ മെറ്റോപ്രിലോൾ, ബിസ്പ്രിലോൾ ആണ്. അറസ്റ്റ് ഓർ റിവേഴ്സൽ ഓഫ് ഡിസീസ് പ്രോഗ്രഷൻ ആൻഡ് പ്രൊളോങ്ങേഷൻ ഓഫ് സർവൈവൽ ആണ്. ഇവിടെ നമ്മൾ റിവേഴ്സ് ഇത് കൊണ്ടുവരാണ് ചെയ്യുക. AC ഇൻഹിബിറ്റേഴ്സ് ക്യാപ്റ്റോപ്രിൽ, എൻലാപ്രിൽ. ARBS ആണെങ്കിൽ ലോസാർട്ടൻ. ബീറ്റ ബ്ലോക്കേഴ്സ് മെറ്റോപ്രിലോൾ. അൾഡോസ്റ്റെറോൺ ആന്റഗോണിസ്റ്റ് ആണെങ്കിൽ സ്പൈറനോലാക്ടോൺസ് ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഡ്രഗ്സ് ഫോർ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയില്യൂറിന് ഉപയോഗിക്കുന്നതാണ്. അവിടെയും വീണ്ടും റിപ്പീറ്റിംഗ് ആണ് കേട്ടോ. ഡയൂററ്റിക്സ്, അൾഡോസ്റ്റെറോൺസ്, കാർഡിയക് ഗ്ലൈക്കോസൈഡിലെ ഡിജോക്സിൻ ഉണ്ട്. സിമ്പത്തോമിമറ്റിക്കിലാണെങ്കിൽ ഡോബ്യൂറ്റമൈൻ ആൻഡ് ഡോപ്പമിൻ ഉണ്ട്. ആൻഡ് ഫോസ്ഫോഡൈസ്റ്ററീസിലാണെങ്കിൽ മിൻറോറൈൻ ഉണ്ട്. റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം ഇൻഹിബിറ്ററിലെ AC ഇൻഹിബിറ്റേഴ്സിൽ എൻലാപ്രിൽ, റാമിപ്രിൽ ഉണ്ട്. ARB ആണെങ്കിൽ ലസാർട്ടൻ ഉണ്ട്. വാസോ ഡൈലേറ്റേഴ്സ് ആണെങ്കിൽ ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ്, ഐസോർബിഡൈ നൈട്രേറ്റ് ആൻഡ് നൈട്രോപ്രോസൈഡ്, ഹൈഡ്രലസീൻ ആണ്. അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ അതുപോലെ പഠിച്ചേ പറ്റും. നമുക്കതിൽ വേറെ ചെയ്യാനായിട്ടൊന്നും ഇല്ല. കാര്യം നമുക്ക് അതന്നെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊന്നും ചെയ്യാനായിട്ടൊന്നുമില്ല. നിങ്ങൾ അതുപോലെ തന്നെ അങ്ങ് പഠിച്ചു പോകാന്നുള്ളതാണ്. കാർഡിയോ ഗ്ലൈക്കോസൈഡിൽ ഡിജോക്സിൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതൊക്കെ എന്താണ്, ഗ്ലൈക്കോസിലിക് ഡ്രഗ് ആണ്. കാർഡിയക് ഇനോട്രോപ്പിക് പ്രോപ്പർട്ടി ഉണ്ടാക്കുന്നതാണ്. അതായത് ദി ഇൻക്രീസ് മയോകാർഡിയൽ കോൺട്രാക്ടിലിറ്റി ആൻഡ് ഔട്ട്പുട്ട് കൂട്ടുന്ന ഡ്രഗ്സുകളാണ്. അത് ഔട്ട്പുട്ട് എന്താണ്, ബ്ലഡ് ഔട്ട്പുട്ട് ആട്ടോ ഉദ്ദേശിക്കുന്നത്. ഔട്ട്പുട്ട് കൂട്ടുകയാണ് ചെയ്യുന്നത് ഇൻ എൻ ഹൈപ്പോഡൈനാമിക് ഹാർട്ട് വിത്തൗട്ട് എ പ്രൊപ്പോർഷനേറ്റ് ഇൻക്രീസ് ഇൻ ദി ഓക്സിജൻ കൺസപ്ഷൻ, ഇംപ്രൂവിംഗ് ദ എഫിഷ്യൻസി ഓഫ് ഫോളിംഗ് ഹാർട്ട്. അതായത് നമ്മുടെ ഹാർട്ട് പ്രോപ്പറായിട്ട് പമ്പ് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നില്ല, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തൊരവസ്ഥയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ചോയ്സ് ഓഫ് ഡ്രഗ് ആണ് ഡിജോക്സിൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഇനോട്രോപ്പിക് പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കാർഡിയക് ഗ്ലൈക്കോസൈഡ് നമുക്ക് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതാണ്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഡിജോക്സിൻ. ഡിജിറ്റാലിസ് ലനേറ്റിൻ എന്നാണ്. അത് ഗ്ലൈക്കോസൈഡ് കറന്റ് യൂസ്. നമ്മളിപ്പോൾ കറന്റ് ഉപയോഗിക്കുന്ന ഒരൊറ്റ ഗ്ലൈക്കോസൈഡ് ഏതാണ്, നമ്മുടെ ഡിജിറ്റാലിസ് ലനേറ്റി ആണ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ആൻഡ് അതേഴ്സ് ആണെങ്കിൽ ഡിജിറ്റോക്സിനിൽ ഡിജിറ്റാലിസ് പർപ്യൂറെ ആൻഡ് ഓബെയിനിൽ സ്ട്രഫോസസ് ഗ്രാൻഡസ് ആണ്. സോ ഇതിപ്പോൾ നമ്മൾ ക്ലിനിക്കിലൊന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ആകെപ്പാട് ഡിജോക്സിൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡിജോക്സിൻ്റെ ഫാർമോകൈനറ്റിക് പറയുവാണെങ്കിൽ അബ്സോർപ്ഷൻ ആണെങ്കിൽ ഫുഡ് ഡിലേ അബ്സോർപ്ഷൻ ഡിജോക്സിൻ ടാബ്ലറ്റ്. അപ്പോൾ നിങ്ങൾ ഫുഡിൻ്റെ കൂടെ ഡിജോക്സിൻ എടുക്കുവാണെങ്കിൽ എന്തെങ്കിലും അബ്സോർപ്ഷൻ കുറയും. സോ VD പറയുവാണെങ്കിൽ 6 to 8 liters per kg ആണ്. ആൻഡ് കോൺസെൻട്രേറ്റ്സ് ഇൻ ദ ഹാർട്ട്, സ്കെൽറ്റൽ മസിൽ, ലിവർ ആൻഡ് ദ കിഡ്നി. സോ എവിടെയൊക്കെയാണ് ഹാർട്ട്, സ്കെൽറ്റൽ മസിൽ, ലിവറിലും കിഡ്നിയിലും ആണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. മെറ്റബോളിസം ലിവർ മെറ്റബോളിസം ആണ്. എക്സ്ക്രീഷൻ ആണെങ്കിൽ കിഡ്നി ആണ് കേട്ടോ. ഇനി ഫാർമക്കോളജിക്കൽ ആക്ഷൻ ഡിജോക്സിൻ പറയുവാണെങ്കിൽ എഫക്ട് ഓൺ ഹാർട്ടിൽ എങ്ങനെയാണ് എഫക്ട്? ഞാൻ ഓൾറെഡി പറഞ്ഞു പോസിറ്റീവ് ഇനോട്രോപ്പിക് ആക്ഷൻ എന്ന് പറഞ്ഞല്ലേ. സോ ഇൻക്രീസ് ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ ഇൻ ഫാളിംഗ് ഹാർട്ടിൽ കൺട്രാക്ഷൻ കൂട്ടുന്നു. ആൻഡ് റെഡ്യൂസ് എൻ ഡയസ്റ്റോളിക് സൈസ് ഓഫ് ഫാളിംഗ് ഹാർട്ട് റേറ്റ് കുറയ്ക്കുവാണ് ചെയ്യുക. കോസ് ബ്രാഡികാർഡിയ ഇൻ CHF. സോ CHFിലാണെങ്കിൽ ബ്രാഡികാർഡിയ കോസ് ചെയ്യാം.
ആൻഡ് ഇംപ്രൂവ് സർക്കുലേഷൻ. സോ ഡ്യൂ ടു എൻഹാൻസ് കോൺട്രാക്ടിലിറ്റി കൂടുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, സർക്കുലേഷൻ കൂടുന്നുള്ളതാണ്. അപ്പം ആലോചിക്കുക, ഡിജോക്സിൻ കൊടുക്കുവാണെങ്കിൽ ഇനോട്രോപിക് ആക്ഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക. റിഡ്യൂസ് ആൻഡ് ഡയസ്റ്റോളിക് സൈസ് ഓഫ് ഫാളിംഗ് ഹാർട്ട് ആണ്, ആൻഡ് ഹാർട്ട് റേറ്റ് കൂട്ടുവാണ് ചെയ്യുക. ആൻഡ് ഇലക്ട്രോ ഫിസിയോളജിക്കൽ എഫക്റ്റിൽ പറയുവാണെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ചേഞ്ച് ആവാറുണ്ട്. സ്ലോ ഫേസ് സീറോ ഡീപോളറൈസേഷൻ അറ്റ് ദ AV നോഡ് ആൻഡ് ബണ്ടിൽ ഓഫ് ഫേസ്. എന്താണ് സ്ലോ ഫേസ് സീറോ ഡീപോളറൈസേഷൻ ആണ്, എവിടെയാണ് AV നോഡിലും ബണ്ടിൽ ഓഫ് ഫേസിലും. ആൻഡ് ഇൻക്രീസ് ഫേസ് 4 ഡീപോളറൈസേഷൻ ഡ്രോപ്പ് ഇൻ പർക്കുഞ്ചി ഫൈബേഴ്സ്. സോ 4 ഡീപോളറൈസേഷൻ എവിടെയാണ്, പർക്കുഞ്ചി ഫൈബേഴ്സിലാണ്. ആൻഡ് റെഡ്യൂസസ് ആൻ AV നോഡ് ഓട്ടോമസിറ്റി വിയ വാഗൽ ആക്ഷൻ. വേഗൽ ആക്ഷൻ കാരണം ആൻ AV നോഡ് ഓട്ടോമസിറ്റി കുറയ്ക്കുവാണ് ചെയ്യാം. സോ നമ്മുടെ ഡിഗ്രിക്കാർ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് പഠിക്കുക, ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ചേഞ്ച് പഠിക്കുക. ആൻഡ് സ്ലോ സീറോ ഡീപോളറൈസേഷൻ എങ്കിൽ അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കുക. എക്സൈറ്റബിലിറ്റി ലോവർ ഡോസിൽ ഇൻക്രീസ് എക്സൈറ്റബിലിറ്റി ആണ്, ഹയർ ഡോസിൽ കുറയ്ക്കുവാണ് ചെയ്യുക എക്സൈറ്റബിലിറ്റി. സോ ഡോസ് ഡിപ്പെൻഡ് ആണ് ഡിജോക്സിൻ എപ്പോഴും ആക്ഷൻ കാണിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടക്ഷൻ ആണെങ്കിൽ സ്ലോ AV കണ്ടക്ഷൻ ആണ് ബൈ റെഡ്യൂസിങ് ഫേസ് സീറോ ഡീപോളറൈസേഷൻ റേറ്റ്. ആൻഡ് എഫക്ട്സ് ഓൺ എഫക്റ്റീവ് റിഫ്രാക്ടറി പീരീഡ് ERP ആണെങ്കിൽ ഏട്രിയത്തിൽ EPR ഡിക്രീസ് ഡ്യൂ ടു വാഗൽ ആക്ഷൻ. സോ EPR എന്ത് ചെയ്യുന്നു, EPR കാരണം എന്ത് ചെയ്യുന്നു, വാഗൽ ആക്ഷൻ കുറയുവാണ് ചെയ്യുക. ആൻഡ് AV നോഡ് ആൻഡ് ബണ്ടിൽ ഓഫ് ഫേസിലാണെങ്കിലോ നമ്മുടെ ഈ ഒരു റിഫ്രാക്ടറി പീരീഡ് ഇൻക്രീസ് ഡ്യൂ ടു വാഗോ മിമെറ്റിക് ആൻഡ് ആൻറ്റി അഡ്രിനർജിക് എഫക്റ്റ്. സോ വാഗോ മിമെറ്റിക്കും ആൻറ്റി അഡ്രിനർജിക് എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ EPR എന്ത് ചെയ്യുന്നു, കൂടുവാണ് ചെയ്യേണ്ടാവുക. ആൻഡ് EPR ഇൻക്രീസ് ഡ്യൂ ടു ഡിറക്റ്റ് ആക്ഷൻ ഓഫ് ഡിജോക്സിൻ. സോ ഡിജോക്സിൻ്റെ ഡയറക്ട്ലി ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വെൻട്രിക്കിൾ എന്ത് ചെയ്യുന്നു, EPR എഫക്റ്റ് കൂടുവാണ് ചെയ്യുക. ECGയിൽ ഡിജോക്സിൻ തെറാപ്പിക്ക് ഒരുപാട് ചേഞ്ച് ഉണ്ട്. T വേവിലും QT ഇൻ്റർവെല്ലിനും ST സെഗ്മെന്റിലുമാണ് വ്യത്യാസം ഉള്ളത്. T വേവിലാണെങ്കിൽ ഡിക്രീസ് ആംപ്ലിറ്റ്യൂഡ് ഓർ ഇൻവേർഷൻ ആണ്, QTയിലാണെങ്കിൽ ഷോർട്ട് ട്രെയിം, ST സെഗ്മെന്റ് ആണെങ്കിൽ ഡിപ്രസ് ചെയ്യും ടു ഓൾട്ടർ ഡീപോളറൈസേഷൻ ആണ് കേട്ടോ. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ. സോ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഡിജോക്സിൻ ആണ് പ്രൈമർലി ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ബീറ്റ ബ്ലോക്കേഴ്സ്, AC ഇൻഹിബിറ്റേഴ്സ്, ARBs, ഡയൂററ്റിക്സ് ഒക്കെ CHF ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആണ്. ഇനോട്രോപിക് ഏജൻസ് അക്യൂട്ട് ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ സിവിയർ കേസിൽ ഉപയോഗിക്കാറുണ്ട്. അൾഡോസ്റ്റെറോൺ ആന്റഗോണിസ്റ്റ് എന്ത് ചെയ്യും, സർവൈവൽ CHF പേഷ്യന്റ് സർവൈവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. കെയർഫുൾ മോണിറ്ററിംഗ്, ഇലക്ട്രോലൈറ്റ്സ്, റീനൽ ഫംഗ്ഷൻ, ECG ഒക്കെ ആവശ്യമാണ്. ഞാൻ ഇവിടെ പറഞ്ഞില്ല, ഇതെല്ലാം കെയർഫുൾ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ആവശ്യമാണ്. സോ മെക്കാനിസം ആക്ഷൻ ഓഫ് ഡിജോക്സിൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. പറ്റുന്ന ആൾക്കാരൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യാം, നോക്കി വെക്കുക. ബിക്കോസ് ഇത് അതുപോലെ തന്നെ പഠിച്ച് നമുക്ക് എഴുതാനും വരയ്ക്കാനും ശ്രമിക്കണം. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഡിജോക്സിൻ ബൈൻഡ് ആൻഡ് ഇൻഹിബിറ്റ് Na+K+ATPase ആണ്. അവിടെ ഇൻട്രാസെല്ലുലർ Na+ കൂടുന്നു. അങ്ങനെ എക്സ്ക്ലൂഷൻ ഓഫ് Ca2+ വിയ NaC2+ എക്സ്ചേഞ്ചോ ആൻഡ് ഇൻക്രീസ് ഇൻട്രാസെല്ലുലർ CA. അതായത് എന്ത് ചെയ്യുന്നു, ഇവിടെ NA വരികയല്ലേ, NA വരികയും അങ്ങനെ എക്സ്ക്ലൂഷൻ CA എന്ത് ചെയ്യുന്നു, കുറയുവാണ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, CA അകത്ത് കൂടുവാണ് ചെയ്യുക, അത് കാൽഷ്യം അകത്ത് കൂടുവാണ് ചെയ്യുക. അങ്ങനെ ഇൻക്രീസ് Ca2+ അപ്ടേക്ക് ആൻഡ് സ്റ്റോറേജ് ഇൻ ദി സാക്രോപ്ലാസ്മിക് റെറ്റിക്കുലം. സോ എന്ത് ചെയ്യുന്നു, സാക്രോപ്ലാസ്മിക് റെറ്റിക്കുലം കൂടുവാണ് ചെയ്യേണ്ടാവുക. അങ്ങനെ എന്ത് ചെയ്യുന്നു, അങ്ങനെ നമുക്ക് കാർഡിയാക് ഔട്ട്പുട്ട് കൂടി വരികയാണ് ചെയ്യുക. അങ്ങനെ പോസിറ്റീവ് ഇനോട്രോപിക് എഫക്റ്റ് വരികയും അങ്ങനെ എന്താണ് മയോകോർഡിയൽ കൺട്രാക്ടിലിറ്റി കൂടുവാണ് ചെയ്യേണ്ടത് കേട്ടോ. കൂടിയതിന് ശേഷം അങ്ങനെ ഔട്ട്പുട്ട് കൂടുവാണ് ചെയ്യുക. ഈ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്നത് വരയ്ക്കാൻ എന്തായാലും പഠിക്കണം. സോ ബ്ലഡ് വെസൽസിൽ നോർമൽ ഇൻഡിവിജ്വലിൽ മൈൽഡ് ഡിറക്റ്റ് വാസോ കൺസ്ട്രിക്റ്റർ ആക്ഷൻ ആണ് ഉള്ളത്. എന്നാൽ നോ പ്രോമിനന്റ് എഫക്ട് ഓൺ BP. സോ സിസ്റ്റോളിക് BP മേ ബി കൂടാം ആൻഡ് ഡയസ്റ്റോളിക് മേ ഫോൾ ഇൻ CHF പേഷ്യൻസ്. സോ അത് നമുക്ക് അങ്ങനെ ഒരു പ്രോമിനന്റ് എഫക്റ്റ് ഒന്നും പറയുന്നതും പറ്റത്തില്ല. കിഡ്നിയുടെ കാര്യത്തിലാണെങ്കിൽ CHF പേഷ്യൻസ് ഡയൂററ്റിക് എക്സ്ക്രീഷൻ ഓഫ് റീറ്റെയിൻഡ് സോൾട്ട് ആൻഡ് വാട്ടർ. സോ ഡയൂറസസ് ഉണ്ട്, എക്സ്ക്രീഷൻ ഓഫ് റീറ്റെയിൻഡ് സോൾട്ട് ആൻഡ് വാട്ടർ ആണ്. ആൻഡ് CNS പറയുവാണെങ്കിൽ ലിറ്റിൽ CNS എഫക്റ്റ് ഉണ്ട്, അത്ര വലിയ എഫക്റ്റ് ഒന്നും ഇല്ല. ഹയർ ഡോസിലാണെങ്കിൽ CTZ ആക്ടിവേഷൻ ഉണ്ടാകും, അങ്ങനെ നൗസിയ വോമിറ്റിംഗ് ഉണ്ടാകും കേട്ടോ. അങ്ങനെ ഓൾസോ കോസ് ഹൈപ്പർനിയ, സെൻട്രൽ സിസ്റ്റമിക് സ്റ്റിമുലേഷൻ, മെന്റൽ കൺഫ്യൂഷൻ, ഡിസോറിയന്റേഷൻ, വിഷ്വൽ ഡിസ്റ്റർബൻസ്. ഫുള്ളി ഒരു കൺഫ്യൂഷൻ മൈൻഡിലേക്ക് പോവുകയാണ് ചെയ്യുക. സോ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, ലീഡ് ടു നൗസിയ ആൻഡ് വോമിറ്റിംഗിലേക്കും പഠിക്കുക വെക്കുക. ആൻഡ് അഡ്വേഴ്സ് എഫക്ട് ഓഫ് ഡിജോക്സിൻ പറയുവാണെങ്കിൽ എക്സ്ട്രാ കാർഡിയാക് എഫക്റ്റ് ഉണ്ടാവാറുണ്ട്. അത് അനറക്സിയ, നൗസിയ, വോമിറ്റിംഗ്, അബ്ഡോമൽ പെയിൻ, ഞാൻ നേരെ പറഞ്ഞില്ലായിരുന്നോ, അത് തന്നെയാണ് കേട്ടോ. പിന്നെ ഫെറ്റീഗ്, ഹെഡ് ഏക്ക്, മെന്റൽ കൺഫ്യൂഷൻ, ഹൈപ്പർനിയ ആൻഡ് സൈക്കോസിസ്, വിഷ്വൽ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. ഇത് ഒരു രീതിയിൽ നമ്മൾ അതിൻ്റെ ആക്ഷൻസ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ബാക്കി എഴുതാനായിട്ട് പറ്റും. അത് വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ബേസിക് ആയിട്ടുള്ള എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്.
സോ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് ഹൈപ്പർനിയാണ്. സോ ഇതൊരു മെഡിക്കൽ കണ്ടീഷനാണ്. നമുക്ക് ചില സമയത്ത് റാപ്പിഡായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, സംടൈം മോർ റാപ്പിഡ്ലി ദൻ നോർമൽ. നമ്മൾ നോർമൽ ആയിട്ട് ശ്വസിക്കുന്നതിനേക്കാൾ റാപ്പിഡായിട്ട് നമ്മൾ ശ്വസിക്കുന്നതിന് നമ്മൾ ഹൈപ്പർനിയ എന്ന് പറയാം കേട്ടോ. അവിടെ മാത്രം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരേണ്ട, ബാക്കിയുള്ള നിങ്ങൾക്ക് അറിയുന്ന ടേംസ് ആണ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വന്ന കാർഡിയോ എഫക്റ്റ് ആണ്. സോ ഇവിടെ പൾസ് ബിഗി മൈനസ് ആണ്. അതായത് നമ്മുടെ നോർമൽ കാർഡിയാക്ക് ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് ഉണ്ടല്ലോ, ആൾട്ടർ ചെയ്തിട്ട് ഒരു അബ്നോർമൽ വണ്ണ് കയറി വരുന്നതിനാണ് നമ്മൾ പറയുക നോഡൽ ആൻഡ് വെൻട്രിക്കുലർ എർത്തീമിയ. ആൻഡ് എവറി ടൈപ്പ് ഓഫ് എർത്തീമിയ ലൈക്ക് എക്സ്ട്രാ സിസ്റ്റോൾ, വെൻട്രിക്കുലർ ട്രാക്കിക്കാർഡിയ, ടേർമൽ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, ഇതൊക്കെ നമുക്ക് ഉണ്ടാകുന്ന നോർമൽ കാർഡിയക് എഫക്റ്റ് ആണ്. ആൻഡ് പാർഷ്യൽ ടു കംപ്ലീറ്റ് AV ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്, സിവിയർ ബ്രാഡികാർഡിയ, ആർട്ടിയൽ എക്സ്ട്രാ സിസ്റ്റോൾ, ആട്രിയൽ ഫിബ്രിലേഷൻ ഒക്കെ. ആൻഡ് സൈൻസ് ആൻഡ് സിംറ്റം ഓഫ് അക്യൂട്ട് ഓവർഡോസ്. ഇനി നമുക്ക് ഓവർഡോസിലേക്ക് പോവാണ് എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൽ, നൗസിയ, വോമിറ്റിംഗ്, സെയിം തന്നെ. ഇലക്ട്രോലൈറ്റ് ചേഞ്ചസ് ഉണ്ട് കേട്ടോ, ഹൈപ്പോകലെമിയ. ആൻഡ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആണെങ്കിൽ കൺഫ്യൂഷൻ, വീക്ക്നെസ്, ലെതർജി. കാർഡിയക് സൈൻ ആണെങ്കിൽ സൈനസ് ബ്രാഡികാർഡിയ, സെക്കൻഡ് ഓൺ തേർഡ് ഡിഗ്രി AV ബ്ലോക്ക് ഉണ്ടാവാം. ആൻഡ് എനി ടൈപ്പ് ഓഫ് ഡിസ്റിത്മിയ ഈസ് ഓൾസോ പോസിബിൾ കേട്ടോ. അപ്പം ഇതൊക്കെ നമുക്കിങ്ങനെ അധികം ഇങ്ങനെ എല്ലാ പോയിന്റും പഠിക്കണം നിർബന്ധമില്ല. പക്ഷെ കോമ്പറ്റേറ്റീവ് വൈസ് പോവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് വേണം. GPAT ഒക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും വേണം, ബിക്കോസ് ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഡിഗ്രിക്കാർ പോവുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റത്തെ 2-4-5 പോയിന്റ് പഠിക്കേണ്ട ബേസിക് ഹെഡിങ്സ് പഠിച്ചു പോകാം കേട്ടോ. സോ ഡിജോക്സിൻ ടോക്സിറ്റി ട്രീറ്റ്മെൻറ്റ്. സോ നെക്സ്റ്റ് ചോദ്യം അതാണ്, നമുക്ക് ഡിജോക്സിൻ ടോക്സിറ്റി കണ്ടാലല്ലേ നമുക്ക് നെക്സ്റ്റ് ചോദ്യം വേണ്ടത്, എന്താ ഡിജോക്സിൻ ടോക്സിറ്റിന് എന്താ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫർദറിൽ നമ്മൾ ഡോസ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ടാക്കിഅരിത്തീമിയ, അത് കറക്റ്റ് ഓഫ് K+ ഓർ Mg2+ ഡെഫിഷ്യൻസി. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം. സോ അവിടെ K+ Mg2+ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം, നമുക്ക് എക്സ്ട്രാ സപ്ലിമെൻറ്റ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും. വെൻട്രിക്കുലർ എർത്തീമിയ ആണെങ്കിൽ ആൻറ്റി എർത്തീമിയ ഡ്രഗ്സുകൾ ലിഡോക്കീനോ അല്ലെങ്കിൽ ഫിനറ്റോനോ കൊടുക്കാം. ആൻഡ് IV പ്രൊപ്പനോൾ കൊടുക്കാം സൂപ്രാ വെൻട്രിക്കുലർ എർത്തീമിയാസിന്. ആൻഡ് AV ബ്ലോക്കിന് ഓൾറെഡി പറഞ്ഞു. ബ്രാഡികാർഡിയ ആണെങ്കിൽ അട്രോപ്പിൻ കൊടുക്കാം 0.6 to 12 mg. ഡിജോക്സിൻ ആൻറ്റിബോഡീസ്, ഫാബ് ഫ്രാഗ്മെൻറ്റ്സ് ആർ എക്സ്ട്രീംലി എഫക്റ്റീവ്. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതിയായിരിക്കും, ഡിജോക്സിൻ ഓവറായിട്ട് കൊടുക്കുവാണെങ്കിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും നിങ്ങൾക്ക് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ സംഭവങ്ങൾ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷേ നമുക്ക് ടോക്സിറ്റിയിൽ മെൻഷൻ ചെയ്യുന്നതുകൊണ്ട് എളുപ്പമായിരിക്കും, നിങ്ങൾ അറ്റ്ലീസ്റ്റ് എങ്കിലും പഠിച്ചു വെക്കാം. ഇലക്ട്രോലൈറ്റ് ഇൻബാലൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഹൈപ്പോകലീമിയ, ഇൻക്രീസ് ഡിജോക്സിൻ ബൈൻഡിങ്, എൻഹാൻസ് ബോത്ത് തെറാപ്യൂട്ടിക് ആൻഡ് ടോക്സിക് എഫക്റ്റ് ആണ് അല്ലേ. സോ ഹൈപ്പോകലീമിയ എന്ത് ചെയ്യുന്നു, ഡിജോക്സിൻ ബൈൻഡിങ് ഇൻക്രീസ് ആക്കുകയും അതുമാത്രമല്ല തെറാപ്യൂട്ടിക് എഫക്റ്റ് ആൻഡ് ടോക്സിക് എഫക്റ്റ് എൻഹാൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് ഹൈപ്പർ കാൽസീമിയ ഉണ്ട്. അപ്പം ഞാനിവിടെ ഓൾറെഡി പറഞ്ഞതുപോലെ അതാണ് എൻഹാൻസ് ഡിജിറ്റൽ ഇൻഡ്യൂസ്ഡ് ഈനോട്രോപ്പി. സോ ഈനോട്രോപ്പി ഉണ്ടാവും ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ. അപ്പോൾ പോസിബിൾ കാൽഷ്യം പ്ലസ് ഓവർലോഡ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അരിത്തീമിയ ഇൻഡ്യൂസ് ചെയ്യാം. ആൻഡ് ഹൈപ്പോ മെഗ്നീസീമിയ ആണെങ്കിൽ സെൻസിറ്റൈസ് ദ ഹാർട്ട് ടു ഡിജിറ്റൽസ് ഇൻക്ലൂഡഡ് അരിത്തീമിയ. സോ ഇവിടെ ഹാർട്ടിനെ സെൻസിറ്റൈസ് ചെയ്യും എന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഡ്രഗ് ഇൻട്രാക്ഷൻ ഉണ്ട്, എല്ലാം ഒന്നും പഠിക്കണം എന്നില്ല, ഒരു 2-3 പഠിക്കുക, ബാക്കി നിങ്ങൾ വായിച്ചു വെക്കുക. സോ ക്യുനോഡിൻ ആണെങ്കിൽ ഡിജോക്സിൻ ക്ലിയറൻസ് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടാവുക. സോ ഹൈപ്പോകലീമിയ ആൻഡ് ഹൈപ്പോ മെഗ്നീഷീമിയ എന്തിനു ഡിജിറ്റൽ ടോക്സിറ്റിക്ക് കൂടുകയാണ് ചെയ്യേണ്ടാവുക. ലൂപ്പ് ഡയൂറട്ടിക്സും തൈസൈഡ്സും സിഗ്നിഫിക്കൻ്റ്ലി പൊട്ടാഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കുകയും അങ്ങനെ ഡിജിറ്റൽ ടോക്സിറ്റി ഉണ്ടാക്കുകയും ചെയ്യുന്നു. സോ ബേസിക്കലി 3-4 പഠിച്ചു വെക്കുക, GPAT നോക്കുന്നതിന് ഫുൾ പഠിക്കുക കേട്ടോ. സോ പ്രിക്വേഷൻ ആണെങ്കിലോ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഇല്ല, അതെല്ലാം സൂക്ഷിക്കുക. ഹൈപ്പോകലീമിയ നോക്കുക, എൽഡർലി പേഷ്യൻ്റ്, റീനൽ അല്ലെങ്കിൽ സീവിയർ ഹെപ്പാറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് നോക്കുന്നുണ്ടാവുക. ആൻഡ് മയോകാർഡിസ്മിയ ഉണ്ടാവുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം തൈറോ ടോക്സിക്കോസിസ്, അത് പേഷ്യൻ്റ് ആർ മോർ പ്രോൺ ടു ഡെവലപ്പ് ഡിജിറ്റൽ അർത്തീമിയ ഉണ്ടാവുള്ളവരെ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ആൻഡ് ഫോസ്ഫോഡയസ്റ്ററീസ് 3 ഇൻഹിബിറ്റേഴ്സ് ആണ്, മിൽറിയോണും ആൻഡ് ഇനാമ്രിയോണുമാണ്, അല്ലെങ്കിൽ അമ്രിയോൺ എന്ന് പറയും. സോ ഇത് ബൈപിഡിൻ ഡെറിവേറ്റീവ് ആണ്. സെലക്റ്റീവ് ഫോസ്ഫോഡൈഎസ്റ്ററേസ് 3 ഇൻഹിബിറ്റേഴ്സ് ആണ് കേട്ടോ. ഇത് ഉറപ്പായിട്ടും പഠിക്കണം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സെലക്റ്റീവ് ഫോസ്ഫോഡൈഎസ്റ്ററേസ് 3 ഇൻഹിബിറ്റേഴ്സ്. ദ PDE3 isoenzyme is specific for intracellular degradation of CAMP in heart, blood vessel and bronchial smooth muscle കേട്ടോ. സോ സ്പെസിഫിക് ആണ് എന്നുള്ളതാണ്. സ്പെസിഫിക് ഫോർ എന്താണ്, ഇൻട്രാസെല്ലുലർ ഡീഗ്രഡേഷൻ ഓഫ് ഹാർട്ടിലെ CAMP ബ്ലഡ് വെസൽസിനെയും ബ്രോങ്കൽ സ്മൂത്ത് മസിലിനും സ്പെസിഫിക് ആണ് എന്നുള്ളതാണ്. ഫാർമക്കോളജിക്കൽ ആക്ഷൻ ഹാർട്ട്, പെരിഫറൽ വാസ്കുലേച്ചർ. ഹാർട്ട് ആണെങ്കിൽ ഇൻക്രീസ് മയോകാർഡിയൽ കോൺട്രാക്ടിലിറ്റി. പെരിഫറൽ വാസോ ക്ലേച്ചർ ആണെങ്കിൽ കോസസ് ഡൈലേഷൻ ഓഫ് ആർട്ടറീസ് ആൻഡ് വെയിൻ. റെഡ്യൂസ് പ്രീലോഡ് ആൻഡ് ആഫ്റ്റർ ലോഡ്. പ്രീലോഡും ആഫ്റ്റർ ലോഡും കുറക്കുവാണ് ചെയ്യേണ്ടാവുക. മെക്കാനിസം പറയുവാണെങ്കിൽ ടൈപ്പ് 2 ഡൈഫോസ്ഫോഡയസ്റ്ററീസ് ആദ്യം എന്ത് ചെയ്യുന്നു, ഇൻഹിബിറ്റ് ചെയ്യുന്നു. ആൻഡ് ഇൻക്രീസ് ഇൻട്രാസെല്ലുലർ CAMP. അപ്പം CAMP കൂടുകയാണ് ചെയ്യുക. അതെന്ത് ചെയ്യുന്നു, പ്രോട്ടീൻ കൈനസ് Aനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ വീണ്ടും CA2+ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്ത്
through L-type CA2+ channel, inhibit CA2+ subsequent by sacroplasm reticulum. അവിടെ റെക്ടിക്കുലത്തിൽ കൂടുകയാണ് ചെയ്യേണ്ടാവുക. ആൻഡ് കൺട്രാക്ടിലിറ്റി ഓഫ് കാർഡിയാക് ഔട്ട്പുട്ട് എന്തെന്നു കൂടുകയാണ് ചെയ്യുക. ഇതേ ഒരു മെക്കാനിസമാണ് നമ്മൾ നേരത്തെ അവിടെ ഡിജിറ്റോക്സിനും ഒരു കൈൻഡ് ഓഫ് ഒരു സെയിം മെക്കാനിസമാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എളുപ്പമാണ്, പക്ഷേ നിങ്ങൾ കൺഫ്യൂഷനായി പോകരുത്, ഇടയ്ക്ക് നമുക്ക് ഒരുപാട് മാറ്റമുണ്ട്. ആൻഡ് ഫാർമോകൈനറ്റിക്സ് ആണെങ്കിൽ CHF പേഷ്യൻ്റിലാണെങ്കിൽ IV അമിനോറൈൻ ആക്ഷൻ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ IV ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ 2 മുതൽ 3 മണിക്കൂർ ലാസ്റ്റ് ചെയ്യും. സോ ത്രോംബോസൈറ്റോപീനിയ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. നൗസിയ, ഡയറിയ, ലിവർ ഡാമേജ്, ഫീവർ ഒക്കെ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. ഷോർട്ട് ടേം IV യൂസ് നമ്മൾ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. ആൻഡ് റിഫ്രാക്ടറി CHF ആൻഡ് യൂസ്ഡ് ആസ് എൻ അഡീഷണൽ ഡ്രഗ് ടു കൺവെൻഷണൽ തെറാപ്പി വിത്ത് ഡിജിറ്റലിസ് ഡയൂറോട്ടിക് ആൻഡ് വാസ്കുലൈലേറ്റേഴ്സ്. സോ എന്താണ് നമ്മൾ കൺവെൻഷണൽ തെറാപ്പി ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മിൽഡ്രോണോൺ ആണ്. നമുക്ക് എങ്ങനെയാണോ PDE3ൻ്റെ ആക്ഷൻ അതുപോലെ തന്നെയാണ്, പക്ഷേ 10 times മോർ പൊട്ടൻ്റ് ആണ്. അമിറോണിനേക്കാളും 10 times മോർ പൊട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ, ഈ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഷോർട്ട് ആക്ടിങ് വിത്ത് ഹാഫ് ലൈഫ് ഓഫ് 40 to 80 minutes ആണ്. ആൻഡ് ത്രോംബോസൈറ്റോപീനിയ ഈസ് നോട്ട് സിഗ്നിഫിക്കൻറ്റ്. പ്രിഫർ ഓവർ അമിനോറൈൻ ആൻഡ് ഷുഡ് ബി റെസ്ട്രിക്റ്റ് ടു ഷോർട്ട് ടേം യൂസ് ഓൺലി. സോ നമ്മൾ ബേസിക്കലി ഷോർട്ട് ടേം യൂസ് മാത്രമേ പറയുള്ളൂ, നമ്മളൊരു ലോങ് ടേം യൂസ് നമ്മൾ പറയാറില്ല എന്നുള്ളതാണ്. ആൻഡ് സിമ്പതോമിമെറ്റിക് ഈനോട്രോപിക് ഡ്രഗിലാണ് ഡോബ്യൂറ്റമൈൻ ഉള്ളത്. സ്ട്രക്ചർ അനലോഗ് ഓഫ് ഡോപ്പമിൻ ബട്ട് നോ അഫിനിറ്റി ഫോർ ഡോപ്പമിൻ റിസപ്റ്റർ. അപ്പം ഡോപ്പമിൻ അനലോഗുമായിട്ട് സ്ട്രക്ചറലി അനലോഗ് ഓഫ് ഡോപ്പമിൻ ആണെങ്കിലും എന്താണ് ഡോപ്പമിൻ റിസപ്റ്ററായിട്ട് നോ അഫിനിറ്റി എന്നുള്ളതാണ്. സോ റെസനിങ് മിക്സ്ചർ ആണ്. ഡോബ്യൂട്ടമൈൻ ആക്ട് ഓൺ β1 റിസപ്റ്റർ, ഡോബ്യൂട്ടമൈൻ ആക്ട് ഓൺ α1 റിസപ്റ്റർ കേട്ടോ. റെസനിങ് മിക്സ്ചർ ആണ് എന്നുള്ളതാണ്. സോ ഡോബ്യൂട്ടമൈൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ്. ഡോബ്യൂട്ടമൈൻ പ്രൈമറിലി ആക്ട് ചെയ്യുന്ന β1 റിസപ്റ്റേഴ്സിലാണ് വിത്ത് സം ആക്ടിവിറ്റി ഓൺ β2 ആൻഡ് ആൽഫ റിസപ്റ്റേഴ്സ്. സോ ഒന്നും കൂടെ പറയാം, β1 റിസപ്റ്ററിലാണ് ബേസിക്കലി ആക്ട് ചെയ്യുക ആൻഡ് സം ആക്ടിവിറ്റി β2 ആൻഡ് ആൽഫ റിസപ്റ്റർ ആണ്. ആൻഡ് β1 റിസപ്റ്റർ ആണെങ്കിൽ ഹാർട്ടാണ്, അവിടെ കാർഡിയക് ഔട്ട്പുട്ട് കൂട്ടുന്നു എന്നുള്ളതാണ്. β2 റിസപ്റ്റേഴ്സിലാണെങ്കിൽ വാസോ ഡൈലേഷൻ, α1ലാണെങ്കിൽ ഹൈ ഡോസിലാണെങ്കിൽ വാസോ കൺസ്ട്രിക്ഷൻ ആണ്. സോ ഡോബ്യൂട്ടമൈൻ β1 റിസപ്റ്ററിൽ എന്ത് ചെയ്യുന്നു, ആക്ട് ചെയ്ത് ഇൻക്രീസ് മയോകാർഡിയൽ കോൺട്രാക്ടിലിറ്റി ആൻഡ് സ്ട്രോക്ക് വോളിയം കൂട്ടുകയാണ് ചെയ്യുക. അങ്ങനെ കാർഡിയക് ഔട്ട്പുട്ട് വിത്തൗട്ട് സിഗ്നിഫിക്കൻ്റ്ലി അഫക്റ്റിംഗ് ഹാർട്ട് റേറ്റ് ആൻഡ് ലോവർ ഡോസ്. സോ അപ്പോൾ എന്ത് ചെയ്യുന്നു, കാർഡിയക് ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്യുവാണ് ചെയ്യുക. ഹാർട്ട് റേറ്റോ ലോവർ ഡോസ് തന്നെ ഹാർട്ട് റേറ്റിന് ഒരു അങ്ങനെ വലിയ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഒന്നും വരുത്താതെ തന്നെ ആക്ഷനൊക്കെ നല്ല കൂട്ടി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടാവുക. ഇനി വാസോ ഡൈലേഷൻ ഞാൻ പറഞ്ഞു, സ്റ്റിമുലേറ്റ് ഓഫ് β2 റിസപ്റ്റർ കോസ് വാസോ ഡൈലേഷൻ ആൻഡ് റെഡ്യൂസ് ആർട്ടറി ലോഡ്. ഇനി α1 റിസപ്റ്റർ ഹൈ ഡോസിലാണെങ്കിൽ വാസോ കൺസ്ട്രക്ഷൻ ഞാൻ പറഞ്ഞു. ആൻഡ് ഹൈ ഡോസിലാണെങ്കിൽ α1 റിസപ്റ്റർ സ്റ്റിമുലേറ്റ് ക്യാൻ ലീഡ് ടു മൈൽഡ് വാസോ കൺസ്ട്രക്ഷൻ, സ്ലൈറ്റ്ലി ഇൻക്രീസിങ് ബ്ലഡ് പ്രഷർ. ഇവിടെ ബ്ലഡ് പ്രഷർ ചെറുതായിട്ടൊന്ന് കൂട്ടി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടാവുക കേട്ടോ. സോ ആ രണ്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി സെല്ലാർ ലെവലിലാണ് എന്നുണ്ടെങ്കിൽ β1 റിസപ്റ്റർ ആക്ടിവേഷൻ ആണ്. അവിടെ ആക്ടിവേറ്റ് ഓഫ് അഡിനൈൽ സൈക്ലേസിനാണ് എന്ത് ചെയ്യുന്നത്, ആക്ടിവേറ്റ് ചെയ്യുന്നത്. AC കൺവേർട്ട് ATP ടു CAMP. സോ എന്ത് ചെയ്യുന്നു, ATP ടു CAMPയിലേക്ക് മാറുവാണ്, വിച്ച് ആക്ടിവേറ്റ് പ്രോട്ടീൻ കൈനേസ് A. ആൻഡ് PK ഇൻക്രീസ് കാൽഷ്യം ഇൻഫ്ലുക്സ്, ആൻഡ് കാൽഷ്യം ഇൻഫ്ലുക്സ് കൂട്ടുവാണ് ആൻഡ് എവിടെ കാർഡിയക് മസിലിനുള്ളിൽ തന്നെ. ആൻഡ് ഇൻക്രീസ് CA2+ എൻഹാൻസ് ആക്റ്റിൻ മയോസിൻ ഇൻട്രാക്ഷൻ. അവിടെ ആക്റ്റിൻ മയോസിൻ ഇൻട്രാക്ഷൻ ഉണ്ടാവുകയും അങ്ങനെ സ്ട്രോങ്ങർ മയോകാർഡിയൽ കൺട്രാക്ഷൻ ഉണ്ടാകുന്നു. അപ്പോൾ എന്താണ്, β1 റിസപ്റ്റർ അഡിനിൽ സൈക്ലേസ് ATP CAMP ആവുന്നു ആൻഡ് കാൽഷ്യം ഇൻഫ്ലുക്സ് ആക്റ്റിൻ മയോസിൻ ഇൻട്രാക്ഷൻ ആൻഡ് മയോകാർഡിയൽ കൺട്രാക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുക. ഇനി α1 β2 റിസപ്റ്റർ ആക്ടിവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹയർ ഡോസിലാണെങ്കിൽ ഇൻക്രീസ് IP3 ഈനോസ്റ്റോൾ ട്രൈഫോസ്ഫേറ്റ് ആണ്, അങ്ങനെ കാൽഷ്യം റിലീസ് ഉണ്ടാവുകയും വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവുന്നു. β2 ആണെങ്കിൽ CAMP വാസ്കുലർ സ്മൂത്ത് മസിൽ വാസോ ഡൈലേഷൻ. സോ ഡോബ്യൂട്ടമൈൻ എങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യാം, യൂസറിന് എമർജൻസി കണ്ടീഷനാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക. ഷോർട്ട് ടേം ആണെങ്കിൽ ഓൺലി ഡ്യൂ ടു ടോളറൻസ് ഡെവലപ്മെൻറ്റ്. കാരണം ചില സമയത്ത് ടോളറൻസ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവാറുള്ളത് കൊണ്ട് നമ്മൾ ഷോർട്ട് ടേം യൂസ് ആണ്. ആൻഡ് ഗിവൺ വിയ IV ഇൻഫ്യൂഷൻ. നമ്മൾ ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ, അല്ല ടാബ്ലറ്റ് കൈൻഡ് ഓഫ് അഡ്മിനിസ്ട്രേഷനോ കാര്യങ്ങളോ ഇല്ല. സൈഡ് എഫക്റ്റ് ഉണ്ട്, കാർഡിയക് എഫക്റ്റ്, വാസ്കുലർ എഫക്റ്റ്, CNS എഫക്റ്റ്, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ എഫക്റ്റ് ആൻഡ് അതർ. ചെസ്റ്റ് പെയിൻ, നൗസിയ, ഹെഡേക്ക്, ഹൈപ്പർ ടെൻഷൻ, ടാക്കിക്കാർഡിയ, പാൽപിറ്റേഷൻ, ഹൈപ്പർ ടെൻഷൻ ഒക്കെ നോർമലുണ്ടാവുന്നതാണ്. എനിക്കറിയാം കുറച്ച് കൺഫ്യൂഷനാണ്, ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന അല്ലെങ്കിൽ കുറച്ചധികം പഠിക്കാനുള്ളൊരു പോർഷനാണ്, പക്ഷെ പഠിച്ച് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അപ്പോൾ കാര്യമായിട്ട് നോക്കുക, ഒരു കാര്യവും സ്കിപ്പ് ചെയ്യരുത്, ബിക്കോസ് അവിടെ നിന്ന് എല്ലാം എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.